പ്രിയപ്പെട്ട ജോണി ചേട്ടനും ലില്ലി ചേച്ചിയും ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങളെല്ലാവരെയും ഇന്ന് ഈ വീട് വെഞ്ചിരിപ്പ് കർമ്മങ്ങൾക്ക് ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. ലാസറിൻ്റെ വീട്ടിലേക്ക് ഈശോ അതിഥിയായി വന്നപ്പോൾ അവിടുത്തെ സ്വീകരിച്ചത് മർത്തായാണ്. സംസാരത്തിനും സൽക്കാരത്തിനും ശേഷം ഈശോ അവിടെ നിന്നും തിരിച്ചുപോയി. എന്നാൽ ഇന്ന് ഈ വീട് വെഞ്ചിരിപ്പിന് ശേഷം ഞങ്ങളെല്ലാവരും മടങ്ങുമ്പോഴും ഒരാൾ കൂടി അംഗമായി ഈ കുടുംബത്തിലുണ്ടാവും. അത് ഈശോയാണ്. അതിഥിയായി വന്നു പോകുന്നവനല്ല, അംഗമായി മാറുന്നവനാണ് അവിടുന്ന്. ഈ കുടുംബത്തിൻ്റെ പ്രത്യാശയായി, അനുഗ്രഹമായി കർത്താവ് കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ വീട് വെഞ്ചരിപ്പിൻ്റെ കർമ്മങ്ങളിൽ പങ്കെടുത്ത് സന്തോഷിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് ഈ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ ആശംസിക്കുക. ഒന്ന്, ഈ കുടുംബം ഒരു സ്വപ്ന ഭവനമായിരിക്കട്ടെ എന്നാണ്. തീർച്ചയായും ജോണി ചേട്ടൻ്റെയും ലില്ലി ചേച്ചിയുടെയും നീണ്ടകാലത്തെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഈ വീട്. ഈ വീടിൻ്റെ പണി പൂർത്തിയാകുമ്പോൾ ഇതിൻ്റെ പിന്നിൽ നിങ്ങളുടെ അധ്വാനമുണ്ട്, നിങ്ങളുടെ കഷ്ടപ്പാടുകളുണ്ട്, നിങ്ങളുടെ സമ്പാദ്യമുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ പൂർത്തീകരണത്തിനായി പല വിധത്തിൽ സഹായിച്ചവരുണ്ട്. ഇതിനെല്ലാം നല്ലവനായ ദൈവത്തിന് നന്ദി പറയാം. നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയുമ്പോൾ ഇനിയും തുടർന്നും ഇതൊരു സ്വപ്ന ഭവനമായിരിക്കട്ടെ എന്നാണ് ആശംസിക്കുക. എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ ഇനിയും സ്വപ്നം കാണേണ്ടത്? നിങ്ങളുടെ ഭാവിയെക്കുറിച്ച്, നിങ്ങളുടെ ഭാവി പദ്ധതികളെക്കുറിച്ച്, നിങ്ങളുടെ ജോലിയെക്കുറിച്ച്, ഒപ്പം തന്നെ നിങ്ങളുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച്, അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, നിങ്ങളുടെ ഈ കുടുംബത്തിലേക്ക് വരാനിരിക്കുന്ന മരുമക്കളെക്കുറിച്ചൊക്കെ സ്വപ്നം കാണുവാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇനിയും നിങ്ങളുടെ സ്വപ്നങ്ങൾ ഈ കുടുംബത്തിൽ, ഈ ഭവനത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. ഈ വീടിന് പുറത്തേക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ ഉണ്ടാകണം. അതായത് നിങ്ങളുടെ അയൽപ്പക്കക്കാരുമായി, നിങ്ങളുടെ ബന്ധുജനങ്ങളുമായി, നിങ്ങളുടെ ഇടവകയുമായി നിങ്ങൾക്കുണ്ടാകേണ്ട നല്ല കാര്യങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുവാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾ വഴിയായി നിങ്ങളുടെ ഇടവകയ്ക്ക്, നിങ്ങളുടെ നാടിന്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകളെക്കുറിച്ച് നിങ്ങൾ സ്വപ്നം കാണുക. അങ്ങനെ നിങ്ങൾ സ്വപ്നം കാണുകയും നിങ്ങളുടെ മക്കളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇത് ഒരു അനുഗ്രഹത്തിൻ്റെ ഭവനമായി മാറും. നിങ്ങളുടെ സ്വപ്നങ്ങളെ ഫലമണിയാൻ കർത്താവ് അനുഗ്രഹിക്കും. രണ്ടാമതായി, ഇത് ഒരു സ്വസ്ഥ ഭവനമായിരിക്കട്ടെ എന്നാണ് ആശംസിക്കുക. നമ്മുടെയൊക്കെ വീട് ഭൂമിയിൽ സ്വർഗമാക്കാൻ കഴിഞ്ഞാൽ അത് ആ വീട്ടിലുള്ള ആളുകളുടെ വിജയമാണ്. മറിച്ച് വീട്ടിൽ സമാധാനവും സ്വസ്ഥതയും ഇല്ലെങ്കിൽ അത് ആ വീട്ടിൽ വസിക്കുന്നവരുടെ പരാജയമാണ്. എന്തൊക്കെ സ്വപ്നങ്ങൾ കാണാൻ നമുക്ക് കഴിഞ്ഞാലും, നമ്മുടെ സ്വപ്നങ്ങൾ ഫലമണിഞ്ഞാലും, നല്ല ജോലിയും സമ്പാദ്യവും ഉണ്ടെങ്കിലും, എല്ലാ സുഖസൗകര്യങ്ങളും നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിലും അവിടെ സമാധാനമില്ലെങ്കിൽ, സന്തോഷമില്ലെങ്കിൽ എന്ത് കാര്യം? പ്രിയപ്പെട്ടവരെ, ഇത്രയും കാലമൊക്കെ നാം ജീവിച്ചതിൽ നിന്നും നാം മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട്. എല്ലാ ആളുകൾക്കും, എല്ലാ കുടുംബങ്ങളിലും അവരുടേതായ കൊച്ചു കൊച്ചു ഭാരങ്ങളും വിഷമതകളും ഒക്കെയുണ്ട്. ലാസറിൻ്റെ വീട്ടിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകാം. ഈശോ വീട്ടിലായിരുന്നപ്പോൾ മർത്തായോട് ഈശോ പറഞ്ഞു, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയാണ്. ഓർക്കുക, ഈശോ അതിഥിയായി സുഹൃത്തായി കൂടെയുള്ളപ്പോഴും മർത്ത ഉത്കണ്ഠപ്പെട്ടു, ആകുലപ്പെട്ടു. ഈശോ നമ്മുടെ കൂടെയുള്ളപ്പോഴും ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ നമ്മെ അലട്ടിയേക്കാം, നമ്മുടെ കുടുംബത്തെ ബാധിച്ചേക്കാം. ഒരുപക്ഷെ ശാരീരികമായ രോഗങ്ങളാകാം, മാനസിക സംഘർഷങ്ങളാകാം, ജോലിസ്ഥലത്തെ പ്രശ്നങ്ങളാകാം, നമ്മുടെ ബന്ധങ്ങളിലെ വിള്ളലുകളാകാം. എല്ലാത്തിൽ നിന്നും സ്വതന്ത്രമായ ഒരു ജീവിതം ഒരുപക്ഷെ സ്വപ്നം കാണാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ നമുക്കുള്ള പ്രത്യാശ ഇതാണ്, സന്തോഷ വാർത്ത ഇതാണ്, നാം തനിച്ചല്ല. നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ എന്നും നമ്മുടെ കൂടെയുണ്ട്. ആ ചിന്തയാണ് നമ്മെ നിരാശരാക്കാതെ പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ, മനത്തിൻ്റെ സ്വസ്ഥതയോടെ മുന്നോട്ട് നീങ്ങുവാൻ നമ്മെ സഹായിക്കുക. ഈ വീട്ടിലെ മാതാപിതാക്കൾക്കും മക്കൾക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പരസ്പരം ആശ്വാസം നൽകാൻ, പരസ്പരം പിന്തുണയ്ക്കാൻ,
ആത്മവിശ്വാസം പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. 127 സങ്കീർത്തനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. ഈ ഒരു വചനത്തെ ഒന്ന് പോസിറ്റീവായി മാറ്റി എഴുതിയാൽ നാം ഇങ്ങനെ വായിക്കും: കർത്താവാണ് ഭവനം പണിയുന്നതെങ്കിൽ പണിക്കാരുടെ അധ്വാനത്തിന് അർത്ഥമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളിലും നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളിലും കർത്താവ് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങളെയും പരിശ്രമങ്ങളെയും കർത്താവ് തീർച്ചയായും അനുഗ്രഹിക്കും. ചെറുതു വലുതുമായ നൊമ്പരങ്ങളിൽ, ഭാരങ്ങളിൽ, ആകുലതകളിൽ, ഉത്കണ്ഠകളിൽ കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങളെ ശക്തിപ്പെടുത്തും. അങ്ങനെ ഒരു സ്വപ്ന ഭവനമായി, സ്വസ്ഥ ഭവനമായി നിങ്ങളുടെ കുടുംബം, ഈ ഭവനം മാറട്ടെ, തുടരട്ടെ. ആമേൻ.